ലക്ഷദ്വീപിലേക്കൊരു യാത്ര യാത്രാപ്രേമികളുടെ സ്വപ്നമാണ്. നീലാകാശവും പച്ചക്കടലും വെളുത്ത മണൽപ്പരപ്പുകളും സംഗമിക്കുന്ന സ്വപ്നഭൂമിയായ ലക്ഷദ്വീപ്. സ്വപ്നങ്ങൾ വിരിയുന്ന 1000 ഓർമ്മകൾ സമ്മാനിക്കുന്ന ലക്ഷദ്വീപിലേക്കുള്ള യാത്ര എല്ലാവരുടെയും ആഗ്രഹമാണെങ്കിലും അതത്ര എളുപ്പമല്ല. ചില കടമ്പകൾ അതിനുണ്ട്. 2025 സെപ്റ്റംബർ മാസം ട്രാവൽ അലൈ ഹോളിഡേയ്സ് നടത്തിയ ലക്ഷദ്വീപ് ടൂർ പാക്കേജിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് ലക്ഷദ്വീപിനെക്കുറിച്ച് മനസ്സിലാക്കാം. കേരളത്തിൽ കൊച്ചിയിൽ നിന്നും മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഉള്ളത്. കൊച്ചിൻ വിമാനത്താവളത്തിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ എത്തിച്ചേരാൻ കഴിയും. മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുന്നതിന് പുറമെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ് എന്നിവ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല ട്രാവൽ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്തു തരാൻ കഴിയും. എല്ലാ ചടങ്ങുകളും പൂർത്തിയായാൽ പിന്നെ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയായി. ഞങ്ങൾ 25 പേരുള്ള ഒരു ഗ്രൂപ്പുമായാണ് ഈ യാത്ര. ലക്ഷദ്വീപിൽ നാം അറിയുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. അത്തരത്തിലൊരു അത്ഭുതമാണ് അവിടുത്തെ എയർപോർട്ട്. ഒരു കൊച്ചു എയർപോർട്ട്, ബഹളങ്ങളൊന്നുമില്ലാതെ, തിരക്കുകളൊന്നുമില്ലാതെ, നമ്മളെ കാത്തു നിൽക്കുന്ന നമ്മുടെ സ്പോൺസർമാർ മാത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ലക്ഷദ്വീപ് ട്രിപ്പാണ് ഈ ട്രിപ്പ്. ട്രാവൽ ഈ ഗ്രൂപ്പിൻ്റെ ഒപ്പം വന്നത് ഞങ്ങൾക്ക് അധികം വളരെ സന്തോഷമുണ്ട്. കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അവർ കാണിച്ചു തന്നു. എല്ലാം കൊണ്ട് വളരെ സന്തോഷമായി. ഇനിയും ഇതുപോലെ ട്രിപ്പുകൾ നമ്മുടെ ഫ്രണ്ട്സുകളോട് പറഞ്ഞിട്ട് ഞാൻ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തും. എനിക്കതിന് വിശ്വാസം, സന്തോഷം ആയി. ഫാമിലിയായിട്ട് സെപ്റ്റംബർ 19 ലക്ഷദ്വീപിലെത്തി അവസ്ഥയിൽ. അപ്പോൾ എയർപോർട്ടിലെത്തിയ സമയം തൊട്ട് അവിടെ നിന്നുള്ള ഡീലിങ് വളരെ നല്ലതായിരുന്നു. ഹോം സ്റ്റേ ആയാലും ഫുഡായാലും എല്ലാം നല്ല രീതിയിലുള്ള ഡീലിങ് ചെയ്ത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അവിടുന്ന് 22-ാം തീയതി നമ്മൾ തിരിച്ച് ഗോവയ്ക്ക് പോവുകയാണ്. ലക്ഷദ്വീപിലെത്തിയവർക്കെല്ലാം നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കടൽ തീരങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും സ്നേഹ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളായ മനുഷ്യരും. അങ്ങനെ ലക്ഷദ്വീപ് എല്ലാവർക്കും ഒരു പുതിയ അനുഭവം തന്നെയാണ്. 36ഓളം ദ്വീപുകൾ ലക്ഷദ്വീപിലുണ്ട്. അതിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ഒരുപാട് സാധ്യതകളുള്ള, ടൂറിസം സാധ്യതകളുള്ള ലക്ഷദ്വീപ് ഈ അടുത്ത കാലത്താണ് തിരക്കേറിയ ഒരു ടൂറിസം സെൻ്ററായി മാറിയത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നിരവധി ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. വളരെ നല്ല യാത്രയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ അക്കോമഡേഷൻ, ഹോം സ്റ്റേ, ഫുഡ്, ഇവിടുത്തെ അതിൻ്റെ കോർഡിനേറ്ററില്ലേ, ടൂർ കോർഡിനേറ്റർ എല്ലാം വളരെ സഹകരണമായിരുന്നു. എന്നതിലുപരി ഈ അഗത്തി ദ്വീപിലെ ജനങ്ങൾ വളരെ സഹകരണവും നമ്മളെപ്പോലെ വരുന്നവരുടെ ക്ഷേമം അന്വേഷിക്കുന്നവരുമാണ്. ഗ്ലാസ് ബോട്ട് റൈഡ് ഏറ്റവും ആസ്വാദ്യകരമായ ഒരു യാത്രയായിരുന്നു. അതുപോലെ തന്നെ ബംഗാരാദ്വീപ്, തിരക്കര ബംഗാരാദ്വീപ് യാത്ര, അവിടുത്തെ സ്നോർക്കിളിംഗ്, ഇത് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. എല്ലാവർക്കും പറഞ്ഞാൽ തീരാത്തത് അവിടുത്തെ ജനങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ആതിഥേയ മര്യാദകളെക്കുറിച്ചും അവരുടെ സഹകരണത്തെക്കുറിച്ചുമൊക്കെയാണ്. ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് നൽകി സ്വീകരിക്കുന്നു. എല്ലാം പ്രകൃതിദത്തം, അതിനപ്പുറം അവർക്കൊന്നുമില്ല. അവരുടെ ഭക്ഷണങ്ങളും വളരെ വ്യത്യസ്തമാണ്, എങ്കിലും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നുമാണ്. യാതൊരു മായവും കലരാത്ത രീതിയിൽ അവർ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തയ്യാറാക്കി തരുന്ന ഭക്ഷണങ്ങൾ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നവർ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പ്രധാനമാണല്ലോ. ട്രാവൽ അലയൻസിൻ്റെ സഹകരണത്തോടുകൂടി ഞങ്ങൾക്ക് ലക്ഷദ്വീപിലെ ഈ കാഴ്ചകൾ കാണുന്നതിനും സന്തോഷകരമായി താമസിച്ച് ഇവിടെയുള്ള കൾച്ചറൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും വളരെ സന്തോഷത്തോടുകൂടി 4 ദിവസം ഞങ്ങളിവിടെ കഴിഞ്ഞു. അതിൽ മിസ്റ്റർ കാസിം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന മിസ്റ്റർ കാസിമിനെ നമ്മൾ ഈ
ഒരു സംരംഭത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ സ്മരിക്കുന്നു. എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു യാത്ര ആയിരുന്നു ഈ ലക്ഷദ്വീപ് യാത്ര. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഏറ്റവും സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഇന്നത്തെ. മനോഹരമായ കടൽ തിരമാലകളുടെ ഈണം നുകർന്നുകൊണ്ട് പഞ്ചാര മണലിലൂടെ ഇങ്ങനെയൊരു യാത്ര ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് എത്ര മനോഹരമാണ്. ലക്ഷദ്വീപിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ബീച്ചുകളാണ്. പവിഴപ്പുറ്റുകൾ പൊടിഞ്ഞുണ്ടായ പഞ്ചാര മണൽത്തരികൾ. അവിടെ എത്ര നേരം വേണമെങ്കിലും വിശ്രമിക്കാം. ഒരിക്കലും ആർക്കും മടുപ്പുണ്ടാക്കുന്നില്ല. കടൽ തീരത്ത് മത്സ്യം പിടിച്ച് നിൽക്കുന്ന ചിലരെ കാണാം. ലഗൂൺ ഫിഷ്. സായാഹ്നങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മനോഹരമാണ് ലക്ഷദ്വീപിൻ്റെ ബീച്ചുകളിൽ. അവിടെ ടൂറിസ്റ്റുകളായി വന്നവരും നാട്ടുകാരുമൊക്കെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നു. ആരെയും ഗായകരാക്കി മാറ്റുന്ന അസുലഭ നിമിഷങ്ങൾ. ഞങ്ങളുടെ കൂടെയുള്ള 78-കാരനായ ഗോപിനാഥൻ സാറിൻ്റെ മാനസികാവസ്ഥ അതിനൊരു ഉദാഹരണമായിരുന്നു. ഒരു ദിവസം നീണ്ടുനിന്ന യാത്രകളും അനുഭവങ്ങളും നൽകിയ ആഹ്ലാദത്തിൻ്റെ ബഹിർസ്ഫുരണമായിരുന്നു രാത്രിയിൽ കണ്ടത്. മനോഹരമായ കടൽ തിരമാലകളുടെ താളവും ദീപാലങ്കൃതമായ തെങ്ങിൻ തോപ്പുകളും പഞ്ചാര മണൽത്തരികളും ആകെ വല്ലാത്തൊരു മൂട്. ഞാൻ നടന്നു ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിന്റെ കോണില പീഡികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ലക്ഷദ്വീപിലെ ജനങ്ങൾ വളരെയേറെ സൽക്കാരപ്രിയരാണ്. നമുക്കാവശ്യമുള്ള നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തി അവർ നമുക്കുണ്ടാക്കി തരും. പിന്നീട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു, നല്ലതായിരുന്നു. മറ്റൊന്നിനുമല്ല, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ലക്ഷദ്വീപിലെ പ്രഭാതങ്ങളും മനോഹരമാണ്. കടൽ തിരകളുടെ ഈണം നുകർന്നുകൊണ്ട് കടൽ തീരത്തൂടെ ഒരു യാത്ര. അടുത്തുള്ള ചായക്കടയിൽ കയറി ഒരു ചായ. നമ്മുടെ മുന്നിൽ അവരുടെ സകല പലഹാരങ്ങളും അവർ കൊണ്ടുവന്ന് നിർത്തും. നമ്മുടെ മനസ്സ് നിറയുന്നതാണ് അവരുടെ ലക്ഷ്യം. ടൂറിസത്തിൻ്റെ ഭാഗമായി നമുക്കായി നിരവധി ആക്ടിവിറ്റീസും അവർ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷിതമായ പ്രദേശത്ത് തിരമാലകൾക്ക് മുകളിലൂടെ നടത്തുന്ന കയാക്കിംഗ് വളരെ മനോഹരമായ ഒരു ആക്ടിവിറ്റിയാണ്. കൂടാതെ ഗ്ലാസ് ബോട്ടം ബോട്ട്, സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, ബനാന റൈഡ്, ഇങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് ഇവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്.
ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മറ്റു ദ്വീപുകൾ സന്ദർശിക്കുക എന്നത്, പ്രത്യേകിച്ച് ജനവാസമില്ലാത്ത ദ്വീപുകൾ. അത്തരത്തിലൊരു ദ്വീപായ കൽപ്പറ്റി ദ്വീപിലേക്കുള്ള യാത്രയാണ് ഇത്. ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഗ്ലാസ് ബോട്ട് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ബോട്ടിൻ്റെ അടിഭാഗം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ കടലിൻ്റെ അടിത്തട്ട് വരെ കാണാൻ കഴിയുന്നു. മനോഹരമായ മത്സ്യങ്ങളും കടൽ ജീവികളും ഒക്കെ ഈ ഗ്ലാസ് ബോട്ടിലൂടെ കാണുക എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയും അനുഭവവുമാണ്. എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഒരു കടലിൻ്റെ അടിത്തട്ട് എന്ന് ഈ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കും. പാഠപുസ്തകങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് കടൽ ജീവികളും കടൽ സസ്യങ്ങളും ഒക്കെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. അതിമനോഹരമായ അത്ഭുതകരമായ ഒരനുഭവം. ഇത് കാണുമ്പോഴാണ് നാം മനസ്സിലാക്കുക, കരയിലേക്കാൾ സമ്പത്ത് കടലിലല്ലേ ഉള്ളത്. കടൽ എത്ര വിശാലമാണ്, എന്തുമാത്രം രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടമാണ്. ഒരു അക്വേറിയത്തിൽ കാണുന്നത് പോലെ വർണ്ണ മത്സ്യങ്ങളും ജലജീവികളും ഒക്കെ. എത്ര മനോഹരമായ കാഴ്ച. കാഴ്ചകൾക്കപ്പുറം ഇനിയും എന്തെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇതിനിടയിൽ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അത് അവിടുത്തെ ആമയാണ്. വലിയ ഭീമാകാരമായ ആമകൾ. 100 വർഷത്തോളം പ്രായമുണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. എങ്കിലും അത് കാണുവാൻ കഴിഞ്ഞത് ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. വലിയൊരു കാഴ്ച തന്നെയായിരുന്നു അത്. കൽപ്പറ്റി ദ്വീപിൽ ബോട്ട് ഇറങ്ങിയാൽ വീണ്ടും പുതിയ ചില അനുഭവങ്ങളാണ്. മനോഹരമായ കടൽ തീരവും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഭൂപ്രദേശം. അതിലൂടെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ കുറേയേറെ നടന്ന് മറുപുറത്തെത്തുന്നു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തിൻ്റെ പല തിരുശേഷിപ്പുകളും കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ദ്വീപാണ് കൽപ്പറ്റി ദ്വീപ്. ജനവാസമില്ലാത്ത ഒരു മനോഹര ദ്വീപ്. ബീക്കുഞ്ഞിപ്പാറ. ഈ പാറ തന്നെയാണ് നമ്മൾ ബീക്കുഞ്ഞിപ്പാറ എന്ന് പറയുന്നത്. ബീക്കുഞ്ഞിപ്പാറ അറക്കൽ ബീവി ഒഴിച്ചിരുന്ന് മറാഠ സ്ഥലം. ഇത് വലിയൊരു ഗുഹയായിരുന്നു. ചെറുതായതാണ്. അറക്കൽ ബീവിയുമായി ബന്ധപ്പെട്ട ദ്വീപിൻ്റെ ചരിത്രം ഗൈഡ് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരും. ഇത്രമാത്രം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണോ ഈ അറബിക്കടലിലെ കൊച്ചു കൊച്ചു ദ്വീപുകൾ എന്ന് ഓർത്ത് നമ്മൾ ആശ്ചര്യപ്പെടും. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 ആൾത്താമസമില്ലാത്ത ദ്വീപുകളാണ് തിന്നക്കര ദ്വീപും ബംഗാരം ദ്വീപും. ബംഗാരം ദ്വീപിൽ നമുക്ക് പ്രവേശനമില്ല. എന്നാൽ തിന്നക്കര ദ്വീപ് ഇന്ന് ടൂറിസം വികസനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. നിരവധി റിസോർട്ടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. എല്ലാം വൻകിട കമ്പനികളുടേത്. തിന്നക്കര ദ്വീപിൽ ബോട്ടിൽ നിന്നിറങ്ങുക എന്നത് ഒരു സാഹസികമായിരുന്നു. എങ്കിലും അവിടുത്തെ ആ മഹാസൗന്ദര്യത്തിൻ്റെ ലഹരിക്ക് മുമ്പിൽ എല്ലാം മറന്ന്, പ്രായത്തെ മറന്ന് എല്ലാവരും തന്നെ ബോട്ടിൽ നിന്നിറങ്ങി. അത്ര മനോഹരമായി ആ ദ്വീപ് നമ്മളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു.
ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ബംഗാരം ദ്വീപ് കാണാം. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുമൊക്കെ വന്ന് വളരെ മനോഹരമായ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചത്. നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല. വിദേശ ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ബംഗാരം ദ്വീപിലേക്ക് പ്രവേശനമുള്ളത്. ഇതൊക്കെ വൻകിട കമ്പനികൾ ആധുനിക രീതിയിൽ പണിതുകൊണ്ടിരിക്കുന്ന റിസോർട്ടുകളാണ്. ഭാവിയിൽ ഇവിടമൊക്കെ വലിയ ഒരു ടൂറിസ്റ്റ് മേഖലയായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല. കടലിൻ്റെ ആഴം കുറഞ്ഞ ഭാഗത്ത് ബോട്ട് നിർത്തി നടത്തുന്ന സ്നോർക്കലിംഗ് മഹത്തായ ഒരനുഭവമായിരുന്നു. കടലിനുള്ളിലെ ജീവികളെ, കടൽ ജീവികളെ, മത്സ്യങ്ങളെ ഒക്കെ തൊട്ടറിഞ്ഞ്, കടലിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ് നടത്തുന്ന ഒരു ആക്ടിവിറ്റി എല്ലാവരെയും ഒരുപാട് ആകർഷിച്ചു. പ്രായം മറന്ന് എല്ലാവരും അതിൽ വ്യാപൃതരായി. തിന്നകര ദ്വീപിൽ നിന്നുമുള്ള മടക്കയാത്രയിലാണ് ഞങ്ങൾ സാൻഡ് ബാങ്കിൽ ഇറങ്ങിയത്. കടലിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു മണൽത്തിട്ട. അവിടെ നിന്നുള്ള കാഴ്ചകൾ അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയെത്ര അനുഭവങ്ങളാണ് ഒരു ലക്ഷദ്വീപ് യാത്ര നമുക്ക് പ്രദാനം ചെയ്യുന്നത്. 1000 ഓർമ്മകൾ സമ്മാനിക്കുന്ന ലക്ഷദ്വീപ് യാത്രകൾ നമുക്ക്